നമ്മുടെ ആധാർ കാർഡിനെ ATM കാർഡിൻ്റെ പോലത്തെ PVC ടൈപ്പ് കാർഡ് എങ്ങനെ ആക്കുക എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് 50 രൂപയാണ് അതിന് വരുന്ന ചിലവ്. അതിന് നമ്മൾ നമ്മുടെ മൊബൈലിൽ മൈ ആധാർ എന്ന് ടൈപ്പ് ചെയ്യുക. മൈ ആധാർ ആദ്യത്തെ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൽ കണ്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ തമ്പ് ഇംപ്രഷൻ കാണുന്ന അവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ ആധാർ നമ്പർ എൻ്റർ ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ താഴെ കാണുന്ന ക്യാപ്ച കാർഡും കൂടി താഴെ എൻ്റർ ചെയ്തിട്ട് സെൻഡ് OTP എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് നമുക്കൊരു OTP മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ ആധാർ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്മൾ കൂടെ വെക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നടക്കുകയുള്ളൂ കാര്യങ്ങൾ. അപ്പോൾ മെസ്സേജ് വന്നു. അപ്പോൾ ഈ മെസ്സേജ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലോഗിൻ എന്ന് ക്ലിക്ക് ചെയ്യണം. ഇങ്ങനെ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ആധാർ പേജിലേക്ക് കയറി ഇവിടെ ഓർഡർ ആധാർ PVC കാർഡ് എന്ന് കണ്ടില്ലേ, ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഇത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആധാറിലെ ഫോട്ടോയും അതുപോലെ തന്നെ മറ്റ് വിവരങ്ങളും നമുക്ക് താഴെ കറക്റ്റായിട്ട് വരുന്നതാണ്. ഇതെല്ലാം ശരി തന്നെയാണോ എന്ന് എൻഷുർ ചെയ്യുക. നമ്മുടെ തന്നെ ആണോ നോക്കിയതിന് ശേഷം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ബട്ടൺ അടിക്കാം. അപ്പോൾ നമുക്കൊന്ന് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നെക്സ്റ്റ് വന്നിരിക്കും. നമ്മൾ ഈ ഒരു ടിക്ക് മാർക്ക്, അതായത് നമ്മൾ ഐ ഹിയർ ബൈ കൺഫേം എന്നുള്ള ഈ ഒരു ടിക്ക് മാർക്ക് കൊടുത്തിട്ട് മേക്ക് പേയ്മെൻറ്റ് എന്ന ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് പേയ്മെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് UPI കാർഡ് വെച്ച് കൊടുക്കാം, നമുക്ക് പല രീതിയിലുള്ള പേയ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടല്ലോ, നമുക്ക് നെറ്റ് ബാങ്കിങ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഗൂഗിൾ പേൻ്റെ UPI ID ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ UPI ID എന്താണെന്ന് അറിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഗൂഗിൾ പേ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ UPI ID എന്ന് ഇതേപോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് നമുക്ക് അവിടുന്ന് കോപ്പി ചെയ്തെടുക്കുക, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് എഴുതിയെടുക്കുക. ഈ UPI ID നമുക്ക് ഇവിടെ കൊടുന്ന് എൻ്റർ ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ആ UPI ID എൻ്റർ UPI ID എന്നുള്ള സ്ഥലത്ത് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് വെരിഫൈ എന്ന് ക്ലിക്ക് ചെയ്യുക. കാരണം നമുക്കിതൊന്ന് ശരിയാണോ എന്നുള്ളത് വെരിഫൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് വെരിഫൈ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വെരിഫൈഡ് എന്ന് എഴുതി കാണിച്ചു, കണ്ടില്ലേ? അപ്പോൾ ഇങ്ങനെ വെരിഫൈഡ് എന്ന് എഴുതി കാണിച്ചാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഇതിന് ശേഷം നമുക്ക് പേയ്മെൻറ്റ് ഓക്കെ കൊടുക്കാം. ഈ സമയത്ത് നമ്മുടെ ഗൂഗിൾ പേയിലേക്ക് ഒരു മെസ്സേജ് പോകുന്നതായിരിക്കും, കണ്ടില്ലേ? ഈ മെസ്സേജ് നമ്മൾ പേ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പാസ്വേഡും കാര്യങ്ങളും കൊടുക്കുമ്പോൾ നമുക്ക് പേയ്മെൻറ്റ് സക്സസ് ആവുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഈ ഒരു വെബ്സൈറ്റിലേക്ക് തിരിച്ചു വരിക. അപ്പോൾ ഇതിൻ്റെ കൗണ്ട് ഡൗൺ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ ടിക്ക് മാർക്ക് വന്നു, നമ്മുടെ പേയ്മെൻറ്റ് കിട്ടിയെന്നാണ് കാണിക്കുന്നത്. നമുക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഇതിൻ്റെ ഡൗൺലോഡ് അക്നോളജ്മെൻറ്റ്, നമുക്ക് ഇതിൻ്റെ അക്നോളജ്മെൻറ്റ് റെസിപ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ വേണമെങ്കിൽ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ റെഫറൻസിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അക്നോളജ്മെൻറ്റും കാര്യങ്ങളും സൂക്ഷിച്ച് വെക്കുക. നമുക്ക് പോസ്റ്റലായിട്ട് നമ്മുടെ കാർഡ് വരുന്നതായിരിക്കും. ഇനി നമുക്കിതിൻ്റെ സ്റ്റാറ്റസ്, നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ സ്റ്റാറ്റസ്, അതുപോലത്തെ നമ്മൾ എന്തെങ്കിലും അപ്ഡേറ്റ് ചെയ്തതിൻ്റെ സ്റ്റാറ്റസ് അറിയണമെന്നുണ്ടെങ്കിൽ ഏറ്റവും താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ ഡോക്യുമെൻറ്റ് സ്റ്റാറ്റസ് കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ആധാറിൻ്റെ 10 കൊല്ലമായവർ വെരിഫിക്കേഷൻ നടത്തണമെന്ന് സ്റ്റാറ്റസ് കംപ്ലീറ്റ് ആയി. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റാറ്റസ് പേയ്മെൻറ്റ് പെൻഡിങ് ആണ്. അപ്പോൾ ഇതേ രീതിയിൽ നമുക്ക് ആധാറിൻ്റെ PVC കാർഡ് ഓർഡർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്